ചരിത്ര നിമിഷത്തിന് നമുക്ക് സാക്ഷികളാകാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ വലിയ മഹനീയമായ കർമ്മം പൂർത്തിയാകുമ്പോൾ 2024 ഒക്ടോബർ 6 ഈ പുതിയ കർദിനാൾമാരുടെ പേരുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം പാപ്പ അവർക്ക് ഓരോരുത്തർക്കും എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ആ കത്തിൻ്റെ ഒരു ഭാഗത്ത് അർജന്റീനിയൻ കവിയായ ഫ്രാൻസിസ്കോ ലൂയിസ് ബെർണാർഡസിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിനുണ്ടായിരുന്ന 3 ആറ്റിറ്റ്യൂഡ്സ്: ഐസ് റേസ്ഡ്, ഹാൻഡ്സ് ജോയിൻഡ്, ഫീറ്റ് ബെയർ. ഈ കർദിനാൾമാരിൽ നിന്നും സഭ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഐസ് റേസ്ഡ്, പാപ്പ ഇവരോട് പറയുന്നു, ലെങ്തൻ യുവർ ഗെയ്സ് ആൻഡ് ബ്രോഡൻ യുവർ ഹാർട്ട്. ലെങ്തൻ യുവർ ഗെയ്സ്, നിങ്ങളുടെ കാഴ്ചകളെ സമൂഹത്തിൻ്റെ അതിർത്തികളിലേക്ക്, സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിൽ കിടക്കുന്ന ആളുകളെപ്പോലും കാണാനാവും വിധം നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾ ഉയർത്തുകയും ആ ഉയർന്ന കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരിലേക്ക് പോവുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. ഹാൻഡ്സ് ജോയിൻറ്റ്, തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂപ്പുന്ന കരങ്ങളുമായി ദൈവത്തിന് മുമ്പിൽ ഇവരായിരിക്കണം. ഫീറ്റ് ബെയർ, ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ, ടു ടച്ച് ദ റിയാലിറ്റീസ്, ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് നിഷ്പാതുകരായി ദൈവജനത്തിനു വേണ്ടി ഭൂമിയിലേക്ക്, കർമ്മഭൂമിയിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് സാധിക്കണമെന്ന് പാപ്പ ഇവരെ ഓർപ്പിച്ചു. ഐസ് റേസ്ഡ്, ഹാൻഡ്സ് ജോയിൻഡ്, ഫീറ്റ് ബെയർ. സമൂഹത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമാധാനത്തിൻ്റെ വക്താക്കളായി, പ്രാർത്ഥനയുടെ മനുഷ്യരായി, ജനത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളെ, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ തൊട്ടറിയാൻ സാധിക്കുന്ന, അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശുദ്ധരായ കർദിനാൾമാരായി ഇവർ സഭയിൽ സേവനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജെയിംസ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നുണ്ട്. പി ജെയിംസ്, ഇത് വലിയ അഭിമാന മുഹൂർത്തം, സന്തോഷകരമായ നിമിഷമാണ്. എങ്ങനെ കാണണം പി ജെയിംസ്? ഈ സമയത്ത് ഉന്മേഷ്, ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. വഴിയിൽ ആയിരിക്കുന്നവൻ്റെയാണ് ഈ സഭ. സ്ഥാപനങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോഴാണ് സഭയ്ക്ക് അപജയം സംഭവിക്കുന്നത്. ഒപ്പം തന്നെ വിദ്വേഷത്തിൻ്റെ മതിലുകൾ പൊളിച്ച് ഈ കർദിനാളന്മാരോട് പറഞ്ഞത് സമാധാനത്തിന് വക്താക്കളാവാൻ ആണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഉക്രൈൻ യുദ്ധമൊക്കെ വരുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ വേദനകളും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അതിർത്തികളിൽ നിൽക്കുന്ന മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യരുടെ വേദനയെക്കുറിച്ചാണ് മാർപ്പാപ്പ ഈ കർദിനാളന്മാരുടെ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വളരെ അപ്പോൾ ക്രൈസ്തവ സഭയുടെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ വീക്ഷണം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആത്മീയതയിൽ മാത്രമല്ല, ഈ ലോകത്തെ സഭയൊക്കെ ഇത് ചെയ്യുന്ന യുദ്ധവും സങ്കടവും ആശങ്കകളും അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ സഭയുടെ പ്രശ്നമാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളൊരു വലിയ ആഹ്വാനമാണ് ഇതിലൂടെ നടത്തിയത്. ഒരുപക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട സഭയായിട്ടുള്ള സീറോ മലബാർ സഭയിൽ നിന്ന് വരുന്ന 5ാമത്തെ കർദിനാളാണ്. ആദ്യത്തെ കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലായിരുന്നു, പിന്നീട് മാർ ആൻ്റണി പടിയറ, പിന്നീട് മാർ വർക്കി വിധേയത്തിൽ, ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരി. അങ്ങനെ 4 കർദിനാളന്മാർക്ക് ശേഷം ആ സഭയിൽ നിന്ന് വരുന്ന 5ാമത്തെ കർദിനാളാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. ഒപ്പം തന്നെ മലങ്കര സഭയിൽ നിന്ന് കർദിനാളായിരിക്കുന്നത് ബെസേലിയോസ് മാർ ക്ലീമിസ് ആണ്. അദ്ദേഹം അവിടെയുണ്ട്, റോമിലുണ്ട്. ആദ്യത്തെ മലങ്കര സഭയിൽ നിന്നുള്ള ആദ്യത്തെ കർദിനാൾ കൂടിയാണ് അദ്ദേഹം. നേരത്തെയുള്ള മലങ്കര സഭയിൽ നിന്ന് കർദിനാളന്മാരുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ലത്തീൻ സഭയിൽ നിന്ന് ഇനിയും ഒരു കർദിനാൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നതിന് കാരണം കേരളത്തിന് പുറത്ത് മുഴുവൻ ലത്തീൻ സഭകളാണുള്ളത്. ബോംബെയിൽ നിന്നും, ഗോവയിൽ നിന്നും, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും
മറ്റേ റാഞ്ചിയിൽ നിന്നൊക്കെയാണ് അവിടെ കർദിനാളന്മാർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സീറോ മലബാർ സഭയ്ക്കും മലങ്കര സഭയ്ക്കും കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം അവരുടെ തലവന്മാർ കർദിനാളായിട്ട് മാറുന്നൊരു സാഹചര്യത്തിൽ ലത്തീൻ സഭയ്ക്ക് എപ്പോഴും കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് കർദിനാളന്മാർ ലഭിക്കാറുള്ളത്. ഇത് വളരെ ഐതിഹാസികമായിട്ടുള്ള നിമിഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ മാർപ്പാപ്പയുടെ ഒരു വീക്ഷണം, വ്യക്തമായിട്ടുള്ളൊരു വീക്ഷണം കാണിക്കുന്നൊരു ചടങ്ങ് കൂടിയാണ്. കാരണം ഇതിലെല്ലായിടത്തും ലോകത്തിൻ്റെ ആകുലതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മാർപ്പാപ്പയുടെ മുഖമാണ് കണ്ടത്. ഈ കർദിനാളന്മാരും 21 പേരും സ്വാഭാവികമായിട്ട് ആ തരത്തിൽ വരുന്നവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 80% ഇപ്പോഴത്തെ കർദിനാളന്മാർ വാഴിച്ചത് 2013 മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് കർദിനാളന്മാർ. അടുത്ത ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു വലിയ ഘടകമായിട്ട് മാറും. യൂറോ സെൻട്രിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റലിയിൽ നിന്ന് മാർപ്പാപ്പമാരെന്നുള്ളൊരു ഇത് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 3 മാർപ്പാപ്പമാർ ഇറ്റലിക്ക് പുറത്തുനിന്നാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പോളണ്ടിൽ നിന്ന്, പിന്നീട് ജർമ്മനിയിൽ നിന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനയിൽ നിന്ന്. ഒരുപക്ഷെ ഏഷ്യയിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരു മാർപ്പാപ്പ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കാരണം കൂടുതൽ പ്രാതിനിധ്യം ആഗോള സഭയിൽ ഈ വൻകരകൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു ഇത് കൂടിയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കൂടുതൽ കർദിനാളന്മാരുണ്ടായിരിക്കുന്നു. 253 പേർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. അതിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശമില്ല. മാർപ്പാപ്പ കൊടുത്ത ഒരു സന്ദേശം കൂടിയുണ്ട്. പ്രായമാവുന്നത് അത്ര മോശമായ കാര്യമല്ല. 99 വയസ്സുള്ള ഒരാളെ കർദിനാളായിട്ട് വാഴിക്കുമ്പോൾ അദ്ദേഹത്തിന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. പക്ഷേ ആ നൽകിയ സേവനം, സഭയ്ക്ക് നൽകിയ സേവനത്തെ ആദരിക്കുകയാണ്, ആ പ്രായത്തെ ആദരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നടന്നു വരാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 99 വയസ്സിലും ലോകത്തെ സേവിക്കാനുള്ളൊരു ദൗത്യം. അപ്പോൾ ഈ വയോജനം എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ല മനുഷ്യർ എന്നുള്ളൊരു വലിയ ഇത് കൂടി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 44-കാരനും കർദിനാളായിട്ട് മാറുന്നു. ഒരുപക്ഷെ ഇതിലൊരു പുതുമയ ഈ 44-കാരൻ വരുമ്പോൾ നേരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ സ്ഥാനം ഏറ്റെടുക്കുമ്പോഴാണ് ഈ മലങ്കര സഭയുടെ തലവനായിരിക്കുന്ന കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമിസ്. അന്ന് അത് ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാളായിരുന്നു. അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നുണ്ട്. മാർ ജോർജ് ആലഞ്ചേരി ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ നേതാക്കളുണ്ട്. BJP സർക്കാർ ഭരിക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു അംഗമടക്കം 7 പേർ ഇവിടെ പങ്കെടുക്കാൻ പോയത് തന്നെ ഒരു പക്ഷേ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്ന ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്താണ്. നേരത്തെ പോയിട്ടുണ്ട്, മറ്റു സർക്കാരുകളുടെ കാലത്തൊക്കെ സംഘങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് പോയതും പ്രത്യേക പ്രാധാന്യം അർപ്പിക്കുന്നു. അതൊക്കെ ശ്രദ്ധേയമാണ്. മലയാളികളാണ് തീർച്ചയായും ഇതിനു വേണ്ടി പോയത്. തീർച്ചയായും